വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്, ചെറുതല്ല. ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്നുദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ, അത് തലപ്പാവ് കെട്ടിയ ഉസ്താദുമാര് വരെ അതിലുണ്ട്, സിഹ്ർ ചെയ്യുന്നവർ. അള്ളാഹു അവർക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കട്ടെ. എന്താണ് തൊൽസമാത്ത്, എന്താ അസ്മാ എന്ന് പറയാൻ കിട്ടുന്ന പുസ്തകം വെച്ചിട്ട് കള്ളി വരച്ചിരിക്കുകയാണ്. പച്ചയായ സിഹ്ർ ചെയ്യുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, പ്രയാസപ്പെടുത്തുക, രോഗികളാക്കിയ, പിശാചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക. ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോണം, ഇന്നാളെ കാണാൻ വേണ്ടി പോണം എന്ന് പറഞ്ഞ് സിഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ്. ഇത് പറയാതെ വയ്യ. പൊന്നാര പെണ്ണുങ്ങളെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടോളി. ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി, ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്താൽ മതിയാവും. ചിലപ്പോ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ. ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ സിഹ്ർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും. മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ സിഹ്ർ ചെയ്യിപ്പിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഖുർആൻ വമിൻ ശർറിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന നഫ്സുകൾ എന്നവിടെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ, സിഹ്ർ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അല്ലാഹു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ടോളൂ. എങ്ങാനും തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ്. അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ. ഒരു മനുഷ്യനോട് ദുൽമ ചെയ്യാൻ, ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ, ആരോടെങ്കിലും ദേഷ്യമുള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സിഹറിന്റെ പണി ഒരാൾക്കും ഈ ശറഅ് അനുവദിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല. പഠിക്കൽ ഹറാമാണ്, അത് ചെയ്യൽ ഹറാമാണ്, അത് ചെയ്യുന്നവരുടെ പോകൽ ഹറാമാണ്, അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാണ്, പൈസ കൊടുക്കൽ ഹറാമാണ്. അതിന്റെ പേരിൽ ഈ പച്ചയായ സിഹർ നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും ഉസ്താദന്മാര് പലരും, അതിൽ നല്ല ആൾക്കാരുണ്ട്, സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ദുആ ചെയ്യുന്ന, റുഖിയ ചെയ്യുന്ന, നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിന്റെ അടിയിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് സിഹർ ചെയ്യിപ്പിക്കുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക. അവൻ എന്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം, ഇവനിങ്ങനെ അടങ്ങേറാവണം, അവന്റെ ആ വീടൊന്ന് നഷ്ടപ്പെടണം, അവന്റെ ആ ജോലി ഒന്ന് പോയി കിട്ടണം, അവനൊന്ന് തലകുത്തനെ ഗൾഫിൽ നിന്നിട്ട് വരണം. ഇതൊക്കെയാ ലക്ഷ്യങ്ങൾ. സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ. ഇതൊന്നും ഒരു നിലക്കും അള്ളാന്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേ. ലാ നുഹല്ലിലു ഹറാമൻ വലാ നുഹർരിമു ഹലാലൻ. ഒരു ഹലാലിനെ ഹറാമാക്കാനോ ഒരു ഹറാമിനെ ഹലാലാക്കാനോ ഒരു പടപ്പിനെ കൊണ്ടും പറ്റില്ല. ഹറാം ഹറാമ് തന്നെയാണ്. അത് കെട്ടി ചെയ്താലും കെട്ടാതെ ചെയ്താലും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സാഹിറത്തിന് വലിയ ശിക്ഷയാണ് ശറഅ് വിധിച്ചിട്ടുള്ളത് സിഹ്ർ ചെയ്യുന്നവർക്ക്. അങ്ങനത്തെ ഒരു പെണ്ണ് ദൗമത്തുൽ ജന്ദലിൽ നിന്ന് വന്നു. സൗദി അറേബ്യയുടെ ഖസീം അഹ്സാഇന്റെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ദൗമത്ത് ജന്ദൽ. അവിടെ നിന്നൊരു പെണ്ണ് വന്നു. ആ പെണ്ണ് മദീനയിൽ വന്ന് കരയാണ്. ആ പെണ്ണിന് അന്ന് അറിയില്ലായിരുന്നു. അവള് സിഹ്ർ ചെയ്ത് കൊടുക്കും. ആളുകൾ വരുന്ന സിഹ്ർ ചെയ്ത് മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക, കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി, അവരുടെ നഖം, അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയ്, പിഞ്ചു മക്കള്, ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തായിരിക്കും അള്ളാഹു അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ? അല്ലാഹു അഅലം. യാ അല്ലാഹ്, എത്ര വലിയ ദുൽമാണത്! വലിയ ദുൽമാൻ ചെയ്യല്ലേ, ആരും അതിൽ കൂട്ടുനിൽക്കല്ലേ, ആരും അത് ചെയ്തു പോവല്ലേ. ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സിഹറായിരിക്കും. അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സിഹറാണ്. യാതൊരു സംശയവുമില്ല. അത്തരം ആളുകളടുത്ത് പോകാനും പാടില്ല, അവരെ സമീപിക്കാനും പാടില്ല. അവര് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്, പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും. ഇതൊക്കെ അറദുൽ ഹയാത്തി ദുന്യാ, 2 റുപ്യ കിട്ടിയെന്ന് വരും അല്ലേ. ദുന്യാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി വലിയ ഉഷാറായി എന്ന് വരും. ഖബറിൽ ചെന്ന് കിടക്കുന്നൊരു ലോകം നമ്മൾ കാത്തിരിക്കണില്ലേ? പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ? നമ്മൾ എന്താ വിചാരിച്ചത്? ഇവിടുന്ന് സിന്ദാബാദ് വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത്? അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ? അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ? അള്ളാഹുവിന്റെ ഇബാദികളെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും? അള്ളാഹുവിനോട് എന്ത് ന്യായം പറയും? നമുക്ക് എന്താ റബ്ബിനോട് പറയാനുണ്ടാവുക? ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന ഈ ദുൽമുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, അള്ളാഹിനെ പേടിക്കേണ്ട വിധം പേടിച്ചോളൂ എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്.
വല്ലാഹു അലാ ദാലിക ഷഹീദ്. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, സിഹർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. കൈരേഖ നോക്കുന്ന ഒരാളെടുത്ത് പോകുന്നത് പോലും അങ്ങനെയല്ലേ പറഞ്ഞത്, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈരേഖ നോക്കുന്ന ഒരാൾ, കൈരേഖ വെറുതെ പറയും, കൈ നോക്കട്ടെ, എനിക്കൊന്നും വേണ്ട, നിങ്ങളൊന്നും തരണ്ട, ഞാൻ വെറുതെ നോക്കിക്കോട്ടെ, അങ്ങനെ കൈ നീട്ടി കൊടുക്കാൻ, നിങ്ങൾക്ക് എത്ര ആയുസ്, ഇന്നതൊക്കെ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈ നീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തുപോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞ എന്താ വേണ്ടത്? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഒരാൾ വിശ്വസിക്കാതെ വെറുതെ ചെയ്തു, 40 ദിവസത്തെ അയാളുടെ ഇബാദത്തുകൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുകയില്ല. 40 ദിവസത്തെ അമല് എങ്ങനെയാണെന്നറിയോ? വെറുതെ ഒന്ന് വായിച്ചു, കൈരേഖാശാസ്ത്രം വെറുതെ വായിച്ചു, ഒരു എന്താ പറയാ, ആസ്ട്രോളജി എന്നല്ലേ പറയാ അതിന്, ഹോറോസ്കോപ്പ് അല്ലേ, എന്താണ് മലയാളത്തിൽ പറയല്ലേ, എന്താണ്, രാശി നോക്കുന്ന പരിപാടി. അത് വെറുതെ വായിച്ചു രസായിട്ട് 40 ദിവസത്തെ അമല് പൊളിഞ്ഞു പോകും. വെറുതെ വായിച്ചാൽ വിശ്വസിച്ചോ, ഇസ്ലാമിന്ന് പുറത്തും പോകും. എന്റെ നാളെ ഇന്നതാലേ, അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ഇന്നത് വരുമല്ലേ, ആ എഴുതിയതോ പറഞ്ഞതോ വിശ്വസിച്ചാൽ ഇസ്ലാമിന്ന് പുറത്തുപോയി എന്നാ ഹബീബിന്റെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവം. പിന്നെണ്ട് സാഹിറിന്റെ വിഷയങ്ങൾ. സാഹിര്യങ്ങൾ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വരുന്നവരാ. ദൗമത്തുൽ ജന്ദലിൽ നിന്ന് ഒരു പെണ്ണ് വന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് കഥ പറയുന്നത്. ആയിഷ ബീവി പറയുന്ന ഒരു പെണ്ണ് കരഞ്ഞു ഓടി നടക്കുന്നുണ്ട് മദീനയിൽ. എന്താ കാരണം? ഒരുപാട് ആളുകൾക്ക് സിഹർ ചെയ്ത പെണ്ണാണ്, ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച പെണ്ണാണ്, പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ തേടി വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് നന്നാവണം. പറഞ്ഞില്ല, വിവരില്ലായിരുന്നു. സിഹർ ചെയ്യുകയായിരുന്നു പണി. റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ, ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു. മദീനയിൽ വന്നു. ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ്, ഹബീബിന്റെ റൗളയാണിത്. ഹബീബിന്റെ റൗള കാണിച്ചപ്പോ ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞു. മദീനയിൽ അലഞ്ഞു തിരിഞ്ഞ് ഓടി കതച്ച് കരഞ്ഞു നടക്കുന്നു. ആയിഷ ബീവി പറയുന്നു, ആ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് എന്തോ ദയാവായ്പ തോന്നിപ്പോയി. അത്രക്കും കരഞ്ഞു നടക്കുന്നു. എന്റെ റസൂല് മരിച്ചു പോയല്ലോ, എന്റെ ഹബീബ് വഫാത്തായി പോയല്ലോ. ആരോടാ റബ്ബേ ഞാൻ എന്റെ പരാതി പറയാ? വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. മുഅ്മിനീങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്, മുഅ്മിനീങ്ങൾക്ക് നബിന്റെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്. ഹബീബായി നബി മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സിഹർ ചെയ്ത് നടന്നിരുന്ന ഈ പെണ്ണ് കരഞ്ഞ് മദീനയിലൂടെ കരഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നി എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവര് നബിയെ ചോദിച്ചു വന്നതാണ്. ഹബീബായ നബിയില്ല. അപ്പൊ അവര് പറഞ്ഞു, ഏതെങ്കിലും സ്വഹാബിമാരുണ്ടോ, ആരെങ്കിലും ഒന്ന് എനിക്ക് ഫത്വ നൽകുമോ? സിഹർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗബയുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തൗബ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര്. കൈഫ അതൂബ്. സ്വഹാബിമാര് മുഴുവനും പേടിച്ചു പോയി. എന്താണ് ഈ പെണ്ണിനോട് പറയുക, എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത്? അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത്. അവസാനം സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചിൽ കണ്ടപ്പോ പറഞ്ഞു, ലൗകാന അബവാകി ഹയ്യൈൻ ഔ അഹദഹുമാ ലകാന യക്ഫിയാനിക്. പെണ്ണേ, നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ, രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു. പക്ഷേ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനെ തൗബ ചെയ്യാനാ ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു. ഇതാണ് സിഹറിന്റെ അപകടം. ആ സിഹർ ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത്, പരിഹാരമായി പറഞ്ഞത്, നിന്റെ ഉമ്മയെ ഉപ്പയെ പോയി ഖിദ്മത്ത് ചെയ്യണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അത് സ്വർഗത്തിന്റെ വാതിലുകളാണ്. മൂന്നാമത്തേത്
മൂന്നാമത്തേത്, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ഏർപ്പാടുകളിൽ ബറക്കത്തുണ്ടാകും. അതിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലം നബി തങ്ങൾ പറയുമായിരുന്നു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസ്വിൽ റഹിമ. ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതാർക്കാ ആഗ്രഹമില്ലാത്തത്? അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീറി മുറിക്കാൻ കടന്നു കൊടുക്കണത്, കുറച്ചെങ്കിലും ജീവിക്കട്ടെ. ആർക്കാ ആഗ്രഹമില്ലാത്തത്? എല്ലാവരും അതിനപ്പോൾ ഹോസ്പിറ്റലിൽ കൂടുന്നത്, ഇപ്പൊ മരിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് മരിച്ചാൽ മതി അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കൊക്കെ ജീവിതത്തിൽ ആയുസ് ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളിലും ഭക്ഷണത്തിലും ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉമ്മയെ ഉപ്പയെ കുടുംബ ബന്ധങ്ങളെ നന്നായി പരിപാലിച്ചു പോരട്ടെ. അതാണ് അതിന്റെ പരിഹാരമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. മാതാപിതാക്കളെ നോക്കിയാൽ എന്തുണ്ട് കൂലി? എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും വഴിയെ വരികയാണ്. എന്തൊക്കെയാണ് കൂലി? ഒന്ന്, ദുആക്കുത്തരമുണ്ട്. 2, വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. 3, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും, ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. 4, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നത്. സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, റഅയ്തു റജുലൻ യദ്രിബു അബാഹു ഫീ മൗദിൻ. വാപ്പയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു പാറക്കെട്ടിന്റെ അടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി. ഞാൻ ചോദിച്ചു, എന്തായത്? നീ നിന്റെ വാപ്പയെ തല്ലാണോ? അടികൊള്ളുന്ന വാപ്പ പറഞ്ഞു, ഖല്ലൂ അൻഹു, എന്റെ മകനെ വിട്ടേക്കണേ, മകനെ ഒന്നും ചീത്ത പറയണ്ട. എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. അതിന് പകരം അല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സാബിത്തുൽ ബുനാനി എന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ. ബിർറു അബാഅകും തബറുക്കും അബ്നാഉകും. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു. ഇത് അല്ലാഹുവിന്റെ അദ്ലിന്റെ, അല്ലാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. അല്ലാഹുവിന്റെ നീതിയാണത്. രക്ഷപ്പെടൂല. എനിക്കറിയാം പേഴ്സണൽ പല കഥകളും, പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എത്രയോ വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായിമ്മന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ, ഇന്നത്തെ വല്യുമ്മ, ഇന്നത്തെ അമ്മായിമ്മ കണ്ണുനീര് കുടിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയുമായിരിക്കും. ഇത് അല്ലാഹുവിന്റെ അദ്ലാണ്. ദുന്യാവെന്ന് തീർക്കും, തീരൂല, പരലോകത്തുമുണ്ട്. നാലാമത്തെ ഗുണമതാണ്. അഞ്ചാമത്തേത്, അല്ലാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അത് അല്ലാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ? അത് അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിന്റെ അടയാളമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും? എന്തൊക്കെ? ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട്. ഇതിനൊക്കെ ഗൾഫുകാർ വിചാരിക്കും ചെലവിന് അയച്ചു കൊടുത്താൽ മതിയെന്ന്. അത് മാത്രമല്ലല്ലോ, അവരോടൊരു നല്ല വാക്ക്, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഇടപെടൽ, അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതൊക്കെ അതിന്റെ ഭാഗമാണ്. മാതാപിതാക്കളുടെ കൈ പിടിച്ച് മുത്തണം, അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം. നെറ്റിയിൽ ചുംബിക്കുക, കൈകൾ ചുംബിക്കുക. മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർറിൽപ്പെട്ടതാണത്. കാല് പിടിച്ച് ചുംബിക്കുക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്.
പക്ഷേ തീർത്തു പറയാൻ കഴിയും, കയ്യും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മവക്കൽ കാണുമ്പോൾ. സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതെന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരിന് എന്തു ചെയ്യും? മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവരിന് എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നബി തങ്ങൾ മറുപടി തരുന്നു, ഇർജിഅ ഇലൈഹിമാ ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോരുന്ന ഒരു സ്വഹാബി, നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വരുമ്പോൾ അവർ കരയുകയായിരുന്നു. ഞാനൊരു മോനെ അവർക്കുള്ളൂ. ഞാൻ മരിച്ചുപോയാൽ, ഷഹീദായാൽ അവർക്ക് ആരുമില്ല. അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു നബിയെ. എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു, ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി കൊടുത്ത മറുപടി, ഇർജിഅ ഇലൈഹിമാ, അവരിലേക്ക് നീ തിരിച്ചു പോ. ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ. അതാണ് അതിന്റെ പ്രായശ്ചിത്തം. അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായശ്ചിത്തം എന്താ? അവരെ സന്തോഷിപ്പിക്കുക. അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് തന്നെയാണ് അതിന്റെ പ്രായശ്ചിത്തമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ലാ തതഖദ്ദം അലൈഹി ഫിൽ മശി ഇല്ലാ ലിദ്ദറൂറ. ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത്. നീ അവരുടെ ബാക്കിലാ നടക്കേണ്ടത്. നീ വലിയ ആളായിരിക്കാം, പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെക്കാളും വലിയ ആളുകളാണ്. അതന്നെ, അവരാണ് മുമ്പിൽ നടക്കേണ്ടത്, നീ ബാക്കിലാ നടക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട്, വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ, മുമ്പിൽ നടന്നോ. അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുകയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത്. ഇത് ശർഅ് പഠിപ്പിക്കുന്ന നിയമമാണ്. മഹാനായ പണ്ഡിതൻ ഉമർ ഇബ്നു ദർർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായ ദർർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ദുആയുണ്ട്. ഉമർ ഇബ്നു ദർർ എന്നവരെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞ മഹാൻ. അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹ്. ഇത് വലിയൊരു ചരിത്രമാണ്. മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ മകന് കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ്. അതിന്റെ ശകലം മാത്രമാണ് ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു ദർർ എന്നവർ മരിച്ചപ്പോ വാപ്പ പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖി ഫഗ്ഫിർ ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖിക. അല്ലാഹുവേ, എൻ്റെ മകൻ ഉമർ ഇബ്നു ദർർ മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ, എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അല്ലാഹുവേ, ഞാനത് എൻ്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, എൻ്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവുമുണ്ടെങ്കിൽ എൻ്റെ മോന് പുറത്തു കൊടുക്കണേ. ഒരു വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന. പടച്ചവനെ, എൻ്റെ മോൻ ഉമർ ഇബ്നു ദർർ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ. മാ മശാ മഈ ഖത്തുൻ ബിലൈലിൻ ഇല്ലാ കാന അമാമി. രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മോൻ എൻ്റെ മുമ്പിൽ നടക്കും. വമാ മശാ മഈ ഫീ നഹാരിൻ ഇല്ലാ കാന വറാഇ. പകല് നടക്കുകയാണെങ്കിൽ എൻ്റെ മോൻ എൻ്റെ ബാക്കിലായിരിക്കും. ഞാൻ താഴെ ഇരിക്കുമ്പോ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു. അല്ലാഹുവേ, അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ്. ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കണമേ. എന്നിട്ട് തൽഖീൻ ചെല്ലുന്ന പോലെ ഉമർ ഇബ്നു ദർർ എന്നവരുടെ ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് മകനെ കുറിച്ച്. അതിൽ പറയുന്ന ഭാഗം ഇതാണ്: മുമ്പിൽ നടക്കൂലായിരുന്നു പകലിൽ,
രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക. 2, പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത്. രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ ലൈറ്റും വെളിച്ചൊക്കെ ഉള്ളതല്ലേ, അവരാണ് മുമ്പിൽ പോവേണ്ടത്. 3, എന്ത് ചെയ്യാൻ പറ്റുന്നു? മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കരുത്. ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയൂലേ, ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. കുട്ടികളൊക്കെ തുറിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ്. നമുക്ക് അറിയുമെന്നറിയില്ല. പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലൊക്കെ വരുന്ന ആദ്യമായിട്ട് നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. ഓലൊക്കെ നോക്കിയിട്ട് അടിമുടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും. ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് നിസ്കരിക്കാൻ വരില്ല. നമ്മൾ ഒരാളെ തുറിച്ച് നോക്കാൻ പാടില്ല എന്നാണ്. ഇങ്ങനെ നോക്കുക, ഒരാളുടെ മുഖത്തേക്ക് അങ്ങ് തുറിച്ചിങ്ങനെ എന്തോ ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറിച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു. ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണത്. ഉമ്മയെ നോക്കി പേടിപ്പിക്കുക, ബാപ്പയെ നോക്കി പേടിപ്പിക്കുക. പൈസ വേണം, തരാൻ പറ്റൂല. എനിക്ക് മൊബൈൽ വേണം, ഇപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ. വാപ്പയെ നോക്കി പേടിപ്പിക്കുക, ഒരു ജാതി ഒരു പിശാച്ചിന്റെ ഒരു നോട്ടം നോക്കുന്ന, തുറിച്ചു നോക്കുക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്ത്. അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത്. തുറിച്ചു നോക്കരുത് ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക്. വല്ല ചുമരുമൊക്കെ തുറിച്ചു നോക്കുക എന്നല്ലാണ്ട് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല എന്ന് ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ. ഉസ്താദുമാരൊക്കെ ദ്വാരക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം. നമ്മൾ ദ്വാരക്കുന്ന കൂട്ടത്തിൽ പറയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അങ്ങനെ ദ്വാരന്നിട്ട് ഇടക്കണ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ഹുമാ എന്ന് പറഞ്ഞാൽ ദമീറിന് മർജിഅ വേണം. അത് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാലിദൈനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ആദ്യ ഒരു വാലിദൈൻ എന്ന് പറഞ്ഞിട്ടേ റബ്ബിർഹംഹും അല്ലെ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ എന്ന് പറയാവൂ. ദ്വാരക്ക് ചിലയിടത്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ ദ്വാരക്ക് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ. മർജിഅയിലേക്ക് ഉണ്ടാവില്ല. ഈ ദമീർ എങ്ങട്ടാ മടങ്ങുന്നത്? മാതാപിതാക്കളിലേക്കാണ്. ഇതിന്റെ ഒരു മർജിഅ പറയണം. മാതാപിതാക്കൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ അങ്ങനെ പറയാം. ശ്രദ്ധിക്കാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങൾക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. ആ ഒരു മർജിഅ ദമീർ പറയുമ്പോൾ ഇതിന്റെ മർജിഅ പറയണം. മുമ്പ് പറഞ്ഞിരിക്കണം. ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ എന്ന് പറഞ്ഞു പോരുന്നത്. അല്ലെങ്കിൽ റബ്ബിർഹം വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് തന്നെ അത് വരയ്ക്കേണ്ടത്. ഇബ്രാഹിം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആയുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ഖുതുബയുള്ള ദിവസമാണല്ലോ. ഈ ഖുതുബയുടെ അവസാന ഭാഗം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലം മുതലുള്ള ആ ഒരു ആയത്തുണ്ടല്ലോ നമ്മൾ ഓതുന്ന, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. അത് കഴിഞ്ഞിട്ടല്ലേ ഇഖാമത്ത് കൊടുക്കുക. നമ്മൾ ഖത്തീബ് ഉസ്താദുമാരോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്, ആ ആയത്തിൽ വഖഫ് ചെയ്യുമ്പോഴേ ചിലരെങ്കിലും വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും എന്ന് പറയും. അങ്ങനെ 3 കാര്യങ്ങളാണ് അംർ ചെയ്യുന്നത്, 3 കാര്യങ്ങളാണ് അവിടെ നഹി ചെയ്യുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ. അദ്ൽ, ഇഹ്സാൻ, ഈതാഇ ദിൽ ഖുർബ. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഇത് 3ഉം ചെയ്യരുത്. അപ്പൊ ബഗീന്റെ അവിടെ വഖഫ് ചെയ്യാണെങ്കിൽ വൽ ബഗി യഅ്ലുക്കും അങ്ങനെയല്ല. വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇത് ലൈവ് കേൾക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഉള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. വൽ ബഗി യഅ്ലുക്കും പോവരുത്. വൽ ബഗി ബാക്കക്ക്.
വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അടക്കട്ടെ. യഅിദുകും ലഅല്ലകും. അങ്ങനെയാണത് വരേണ്ടത്. അല്ലെങ്കിൽ അർത്ഥവ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് അസുഖകരമായ അർത്ഥം വരും. അത് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആയുണ്ട്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ. പടച്ചവനെ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരയണമേ. എൻ്റെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വളരെ വിശാലമായൊരു ദുആയാണത്. മാതാപിതാക്കൾ ദുആ ചെയ്തു കൊടുക്കുക. 4, മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുക. പിന്നെ വഅലാണ്, നാളെ മറ്റന്നാൾ 4 ദിവസം ഇവിടെ വഅലുണ്ട്. നമ്മൾ സംഭാവന ചെയ്യണം. നമ്മൾ ഈ ബക്കറ്റ്, എന്താ ബക്കറ്റ് അവിടെ വന്ന് നിന്ന് പോയത്? അത് അല്ലേ സംഭാവന വേണ്ടേ? ആരുമില്ലല്ലോ. ഇങ്ങനെ ഒരു മാഷാ അല്ലാഹ്, എല്ലായിടത്തും ബക്കറ്റ് വേഗം വരും. പെട്ടെന്ന് വരും. എല്ലാവർക്കും സ്വതക്ക ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. എന്തെങ്കിലും കരുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. നാളെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഉമ്മ വാപ്പമാർ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്താ കാര്യം എന്നറിയാം? നിങ്ങൾക്കും കിട്ടും, ഉമ്മാക്കും വാപ്പാക്കും അതിന്റെ കൂലി കിട്ടും. അല്ലേ? അത് അതിനുള്ള ബക്കറ്റ് തന്നെയല്ലേ? ആണോ? അതിന് പോയി വന്നതാണോ? പെണ്ണുങ്ങടുത്ത് പോയിട്ടുണ്ട്, ആണുങ്ങൾക്ക് കൂലിയിട്ടുണ്ടേ. ബിസ്മില്ലാഹ്. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാവരും കൊടുക്കുക. അൽഹംദുലില്ലാഹ്. കൊടുത്തു. ബിസ്മില്ലാഹ്. ആരെങ്കിലും സ്വതക്ക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ. ഒന്നും നിർബന്ധിക്കാനില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. നല്ല നമ്മുടെ 25 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദഫ് സംഘമാണിത്. ഒരുപാട് പാവപ്പെട്ട യതീമക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, സേവനവും സുരക്ഷയും ചെയ്യുന്ന ഒരു സംഘടനയാണിത്. ഇൻഷാ അല്ലാഹ്. എന്നോട് കുമ്പോൾ തങ്ങളും പറഞ്ഞു അവർക്കൊക്കെ സഹായിക്കണമെന്ന് ആൾക്കാരോട് പറയണം, നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടി പറയാണ്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് സഹായിക്കണേ. നല്ല സഹായം കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ.